മിഡിൽ ഈസ്റ്റിലുണ്ടായ നയതന്ത്ര പരാജയങ്ങളും ആഗോളതലത്തിൽ ഉയർന്ന ശക്തമായ ജനരോഷവും മൂലം പ്രതിരോധത്തിലായ വാഷിംഗ്ടൺ തങ്ങളുടെ പരാജയങ്ങൾ മറച്ചുവെക്കാൻ പുതിയൊരു നയതന്ത്ര നാടകത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. ഇറാൻ വിഷയത്തിൽ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കനത്ത മറുപടി നൽകാനാവാതെ ഉഴലുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെട്ടെന്ന് തന്നെ തന്റെ രാഷ്ട്രീയ അജണ്ടയുടെ ദിശ മാറ്റിയിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ നിന്നും ലോക ശ്രദ്ധ തിരിച്ചുവിടാൻ ട്രംപ് ഇപ്പോൾ യുക്രൈൻ പ്രതിസന്ധിയെ വീണ്ടും ചർച്ചാ വിഷയമാക്കുകയാണ്. രാഷ്ട്രീയമായ തിരിച്ചടികളിൽ നിന്നും രക്ഷപ്പെടാൻ വൻ ശക്തികൾ പയറ്റുന്ന പരമ്പരാഗതമായ ഒരു വഴി തിരിച്ചുവിടുന്ന തന്ത്രമായാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഈ നീക്കത്തെ കാണുന്നത്. ഇറാൻ വിഷയത്തിൽ അമേരിക്ക സ്വീകരിച്ച പല നിലപാടുകളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ തോതിലുള്ള അസ്വസ്ഥതകൾക്കും വിമർശനങ്ങൾക്കും കാരണമായിരുന്നു. US ഭരണകൂടത്തിന്റെ ഈ പാളിച്ചകൾ ആഭ്യന്തര രാഷ്ട്രീയത്തിലും പ്രതിപക്ഷ പാർട്ടികൾ വലിയ ആയുധമാക്കി മാറ്റി. പരസ്യമായി ഉത്തരം നൽകാൻ ബുദ്ധിമുട്ടുള്ള കടുത്ത ചോദ്യങ്ങൾ ഉയർന്നു വന്നതോടെയാണ് ആഗോള മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വാഷിംഗ്ടണിലെ ആസൂത്രകർ യുക്രൈൻ യുദ്ധത്തിലേക്ക് കളം മാറ്റി ചവിട്ടിയത്. തങ്ങളുടെ മേലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം കുറയ്ക്കാൻ ഇതിലും മികച്ചൊരു വഴി ട്രംപിന് മുന്നിൽ ഇല്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പെട്ടെന്നുള്ള ഈ കളമാറ്റത്തിന്റെ ഭാഗമായി യൂറോപ്പിൽ സമാധാന ചർച്ചകളും ഉഭയകക്ഷി കൂടിക്കാഴ്ചകളും സജീവമാക്കാനാണ് ട്രംപ് ഇപ്പോൾ ശ്രമിക്കുന്നത്. നയതന്ത്രജ്ഞരുടെയും ലോക നേതാക്കളുടെയും ഒരു പുതിയ യോഗം വിളിച്ചു ചേർത്ത് താനൊരു മികച്ച സമാധാനകാംക്ഷിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ വൈറ്റ് ഹൗസ് ആരംഭിച്ചു കഴിഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കാനും നയതന്ത്ര പരിഹാരങ്ങൾ കണ്ടെത്താനും അമേരിക്ക മുൻകൈയെടുക്കുന്നു എന്ന പുതിയൊരു സന്ദേശം ലോകത്തിന് നൽകുകയാണ് ട്രംപിന്റെ ലക്ഷ്യം. ഇതിലൂടെ ഇറാന്റെ പേരിൽ തനിക്കുണ്ടായ നാണക്കേട് കഴുകിക്കളയാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം കരുതുന്നത്. എന്നാൽ ഈ നീക്കങ്ങളുടെ സമയക്രമം പരിശോധിക്കുന്ന ഏതൊരാൾക്കും ഇതൊരു യാദൃച്ഛികതയല്ലെന്ന് വ്യക്തമാകും. ഇറാൻ വിവാദം അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുമ്പോൾ തന്നെ യുക്രൈൻ സമാധാന ചർച്ചകൾക്ക് ട്രംപ് അമിത പ്രാധാന്യം നൽകുന്നത് വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ തലക്കെട്ടുകളിൽ നിന്നും ഇറാന്റെ പേര് വെട്ടിമാറ്റി പകരം യുക്രൈൻ എന്ന് പ്രതിഷ്ഠിക്കുക എന്നതായിരുന്നു ഈ തന്ത്രത്തിന്റെ പ്രധാന ലക്ഷ്യം. അമേരിക്കയുടെ രാഷ്ട്രീയ സ്പിൻ മെഷീനുകൾ എത്രത്തോളം ശക്തമായാണ് പ്രവർത്തിക്കുന്നത് എന്നതിന്റെ തെളിവ് കൂടിയാണിത്. ഈ കളംമാറ്റത്തിന്റെ മറുവശത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും തന്റെ അടുത്ത ശക്തമായ നീക്കത്തിന് കോപ്പുകൂട്ടുകയുമാണ്. അമേരിക്ക മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടന്ന സമയം നോക്കി റഷ്യ യുക്രൈൻ അതിർത്തികളിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം ശക്തമാക്കിയിരുന്നു. ഇപ്പോൾ ട്രംപ് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുമ്പോഴും യുദ്ധഭൂമിയിൽ തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം പരമാവധി മുതലെടുക്കാനാണ് മോസ്കോയുടെ ശ്രമം. വാഷിംഗ്ടണിന്റെ രാഷ്ട്രീയ ചാഞ്ചാട്ടങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ പുടിന് നന്നായി അറിയാം. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അമേരിക്കയുടെ ഈ പുതിയ നിലപാട് മാറ്റത്തെ സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ പരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ട്രംപ് യുക്രൈൻ വിഷയത്തെ വെറുമൊരു കവചമായി ഉപയോഗിക്കുകയാണെന്ന് പല യൂറോപ്യൻ നേതാക്കളും രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്. തങ്ങളുടെ സുരക്ഷയുമായി നേരിട്ട് ബന്ധമുള്ള ഒരു യുദ്ധത്തെ അമേരിക്ക തങ്ങളുടെ ആഭ്യന്തര രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ അതൃപ്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നാറ്റോ സഖ്യത്തിനുള്ളിലും ഈ നീക്കം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ യുക്രൈനിലെ യുദ്ധഭൂമിയിലെ അവസ്ഥ ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുകയാണ്. ദിവസേന നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും നഗരങ്ങൾ തകരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള യഥാർത്ഥ പ്രതിസന്ധി പരിഹരിക്കുന്നതിനേക്കാൾ ട്രംപിന് താല്പര്യം സ്വന്തം പ്രതിച്ഛായ സംരക്ഷിക്കുന്നതിനാലാണ്. യുദ്ധം തുടരുമ്പോഴും രാഷ്ട്രീയമായ നേട്ടങ്ങൾക്കായി അതിനെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന ചിന്തയാണ് വാഷിംഗ്ടണിലെ ഉദ്യോഗസ്ഥരെ ഭരിക്കുന്നത്. ഇത് യുക്രൈൻ ജനതയോട് കാണിക്കുന്ന വലിയൊരു അനീതിയാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ആഗോള രാഷ്ട്രീയത്തിൽ ട്രംപ് പയറ്റുന്ന ഈ തന്ത്രം അദ്ദേഹത്തിന്റെ പഴയകാല ബിസിനസ് ശൈലിക്ക് സമാനമാണ്. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നിൽക്കാതെ അതിലും വലിയ മറ്റൊരു വിഷയം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുക എന്നതാണത്. ഇതിലൂടെ പഴയ പ്രശ്നം തനിയെ ജനങ്ങൾ മറന്നുകൊള്ളുമെന്ന ട്രംപിന്റെ കണക്കുകൂട്ടൽ ഇത്തവണ എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. കാരണം ഇറാന്റെ കാര്യത്തിൽ അമേരിക്ക വരുത്തിവെച്ച നഷ്ടങ്ങൾ അത്ര പെട്ടെന്ന് ആഗോള രാഷ്ട്രീയത്തിൽ നിന്നും മാഞ്ഞു പോകില്ല. അമേരിക്കയിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ വിഷയം വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകും. ട്രംപിന്റെ പ്രതിപക്ഷം ഈ കളംമാറ്റത്തെ കടുത്ത ഭാഷയിലാണ് വിമർശിക്കുന്നത്. ഇറാൻ നയത്തിലെ പരാജയം മറച്ചുവെക്കാൻ യുക്രൈൻ കാർഡുമായി ഇറങ്ങിയിരിക്കുന്ന പ്രസിഡന്റിന്റെ തന്ത്രം ജനങ്ങൾ തിരിച്ചറിയുമെന്നാണ് അവർ വാദിക്കുന്നത്. എന്നാൽ ട്രംപിനെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ ഈ സമാധാന ചർച്ചകളെ വലിയൊരു നയതന്ത്ര വിജയമായി ഇതിനകം തന്നെ ചിത്രീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളും അമേരിക്കയുടെ ഈ പിൻവാങ്ങലിനെ ശ്രദ്ധയോടെയാണ് കാണുന്നത്. തങ്ങളെ ഒരു വലിയ പ്രതിസന്ധിയിലാക്കിയ ശേഷം യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ അമേരിക്ക
ശ്രദ്ധ യൂറോപ്പിലേക്ക് മാറ്റുന്നത് മിഡിൽ ഈസ്റ്റിലെ സഖ്യകക്ഷികൾക്കിടയിൽ യുഎസിനോടുള്ള വിശ്വാസ്യത കുറയാൻ കാരണമാകും. ഏത് സമയത്തും തങ്ങളെ കൈവിട്ട് സ്വന്തം താല്പര്യങ്ങൾക്കായി മാറാൻ മടിക്കാത്ത ഒരു പങ്കാളിയാണ് അമേരിക്കയെന്ന ധാരണ പ്രാദേശിക ശക്തികൾക്കിടയിൽ ശക്തമാകാൻ ഇതിടയാക്കും. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഈ ശ്രദ്ധ തിരിക്കൽ തങ്ങളുടെ നയതന്ത്ര നീക്കങ്ങൾ വേഗത്തിലാക്കാൻ സഹായിക്കും. യുക്രൈനുമായി ബന്ധപ്പെട്ട് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന സമാധാന നിർദ്ദേശങ്ങൾ തങ്ങൾക്ക് അനുകൂലമായ വ്യവസ്ഥകളോടെ മാത്രം സ്വീകരിക്കാനാണ് പുടിൻ താല്പര്യപ്പെടുന്നത്. അമേരിക്ക പ്രതിരോധത്തിലായിരിക്കുന്ന ഈ സമയത്ത് പരമാവധി ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ റഷ്യ ശ്രമിക്കും. ഇത് ചർച്ചകളിൽ അമേരിക്കയുടെ നയതന്ത്ര വിലപേശൽ ശേഷിയെ ദുർബലപ്പെടുത്തിയേക്കും. ഈ വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്കിടയിൽ യഥാർത്ഥ സമാധാനം എന്നത് ഇപ്പോഴും വിദൂരമായി തന്നെ തുടരുകയാണ്. മിഡിൽ ഈസ്റ്റിലോ യുക്രൈനിലോ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുക എന്നതിനേക്കാൾ വൻ ശക്തികളുടെ അധികാര മത്സരങ്ങളും പ്രതിച്ഛായ സംരക്ഷണവുമാണ് ലോകവേദിയിൽ അരങ്ങേറുന്നത്. രാഷ്ട്രീയ സ്പിൻ മെഷീനുകളുടെ പ്രചാരണങ്ങൾക്കിടയിൽ യഥാർത്ഥ വസ്തുതകളും ജനങ്ങളുടെ ദുരിതങ്ങളും പലപ്പോഴും വിസ്മരിക്കപ്പെടുകയാണ്. ട്രംപ് ഭരണകൂടം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നയതന്ത്ര കളമാറ്റം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഇരട്ടത്താപ്പിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. ഇറാൻ വിഷയത്തിലുണ്ടായ കനത്ത ആഘാതത്തിൽ നിന്നും രക്ഷപ്പെടാൻ യുക്രൈനെ ഒരു താൽക്കാലിക ആയുധമാക്കുകയാണ് വാഷിംഗ്ടൺ ചെയ്യുന്നത്. എന്നാൽ ഈ രാഷ്ട്രീയ അടവുകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ സങ്കീർണമായ അന്താരാഷ്ട്ര പ്രതിസന്ധികൾക്ക് കാരണമായേക്കാമെന്നാണ് ഭൗമരാഷ്ട്രീയ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ലോകത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ ട്രംപിന് കഴിഞ്ഞേക്കാം, എന്നാൽ ചരിത്രത്തിലെ നയതന്ത്ര പാളിച്ചകളെ അത്ര എളുപ്പം മായ്ച്ചു കളയാൻ കഴിയില്ല.